സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ വർഷത്തെ മാപ്പിളപ്പാട്ട് കലാകാരനുള്ള ഫോക്ലോർ അക്കാദമി അവാർഡിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഉത്തര മലബാറിലെ മാപ്പിളപ്പാട്ട് കലാകാരന്മാർ. അവാർഡ് തികച്ചും അർഹതയില്ലാത്ത മാപ്പിളപ്പാട്ടിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയാത്ത വ്യക്തിക്ക് വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ്, മാരിനേറ്റ്, കോട്ട് ആൻഡ് ഫ്രൈ. ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. Try it now. ഇപ്പം അന്യം നിന്ന് പോകുന്ന കൈമുട്ടിപ്പാട്ട് മാപ്പിള കല്യാണ വീട്ടിലും മുസ്ലിങ്ങളുടെ കല്യാണ വീട്ടിലും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കൈമുട്ടിപ്പാട്ടിന് ഒരു പരിച്ഛേദം വരുത്തിക്കൊണ്ട് പുതിയ രീതിയിലേക്ക് വേഷവിധാനങ്ങളൊക്കെ ആയി ഇറങ്ങിയ ഒരു കലാകാരിയാണ്. കൂട്ടത്തില് ഒരു 6 മറ്റും കലാകാരികളുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള ആളെ അറിയാതെ കണ്ണും പൂട്ടിയിട്ട് അർഹതപ്പെട്ടവരെ അകറ്റി നിർത്തിയും കണ്ണു മിഴിച്ചിട്ട് അർഹതയില്ലാത്തവരെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന പോപ്പുലർ അക്കാദമിന്റെ തിട്ടൂരത്തിനെതിരെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ പടന്ന സ്വദേശിനി ആയ ഒരു പെൺകുട്ടിക്ക് ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ 2024 23 ഒക്കെ അവാർഡ്, പോപ്പുലർ അക്കാദമി അവാർഡ് മാപ്പിളപ്പാട്ട് രംഗത്തെ കഴിവ് തെളിയിച്ചതിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പറയുന്ന ആൾക്കാർ എന്ത് അർഹതയാണ് ഈ അവാർഡ് വാങ്ങാനുള്ളത് എന്ന് ആ വ്യക്തിയോടും ഇത് പ്രഖ്യാപിച്ച മാപ്പിള കലാരംഗത്തുള്ള ബഹുമതി പ്രഖ്യാപിച്ച പോപ്പുലർ അക്കാദമി ഭാരവാഹികളോടുമുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ എഴുത്തില്, അല്ലെങ്കിൽ പാട്ടിൽ, അതല്ലെങ്കിൽ ഒപ്പന പരിശീലനത്തിൽ, അല്ലെങ്കിൽ കോൽക്കളി പരിശീലനത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഭാഗത്തിൽ കഴിവോ പേരോ തെളിയിച്ച ആൾക്ക് കിട്ടേണ്ട ബഹുമതി ഒന്നുമല്ലാത്ത ഒരാൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ അക്കാദമി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് ഞങ്ങൾക്കറിയണം. ഇവിടെ കഴിവും പ്രാപ്തിയും പരിചയവും ഒരുപാട് വർഷത്തെ പരിചയമുള്ള കലാകാരന്മാരും കലാകാരികളും ഇവിടെ ഇരിക്കെ ഇതിനൊന്നും അർഹതയില്ലാത്ത ഒരാളെ ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ലെറ്റർ പേഡിൽ ഒരു ഒപ്പ് കിട്ടി, അതാണ് ഞങ്ങൾക്ക് ഇതിന്റെ മാനദണ്ഡം എന്ന് അറിയാൻ സാധിച്ചു. എന്നോട് അങ്ങനെയാ പറഞ്ഞത്. റെക്കമെൻഡേഷൻ ആയിരുന്നു, അതുകൊണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ MLA-മാരെയും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അറിയാം. ഇവരോടൊക്കെ ഒപ്പം വാങ്ങിയിട്ട് പോയാൽ കിട്ടുമോ? ഈ രംഗത്ത് പാട്ട് പാടി ജനങ്ങളെ സന്തോഷിപ്പിക്കാനും അതിൻ്റെ കൂടെ പാട്ടിനു വേണ്ടി നിൽക്കാനും സാധിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇവിടെ. കണ്ണൂർ സീനത്ത്, ഹമീദ് കോളിയടുക്കം, സീന കാസർഗോഡ്, ഹനീഫ് ബംബ്രാണ, നസീബ തളങ്കര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.